ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ കൊഞ്ച് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ തോടൊന്നും കളയാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ കല്ലുപ്പിട്ടിട്ട് മൺചട്ടിയിലിട്ട് നല്ലതുപോലെയൊക്കെ ഉരച്ച് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കൊഞ്ച് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ കൊഞ്ചിൻ്റെ കാലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ചുണ്ടിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനിയും ഇതിൻ്റെ സെൻറ്റർ കണ്ടോ, ഈ കാലിൻ്റെ ആ സെൻറ്റർ കണ്ടിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. കാരണം നമ്മളിതിൻ്റെ തോടൊന്നും കളയാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വരഞ്ഞു എടുക്കണം. എല്ലാ കൊഞ്ചും നമുക്കിതുപോലെ വരഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെമ്മീനെല്ലാം വരഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് ഇതിൽ പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം. ഇവിടെ ഞാൻ ഒരു പകുതി തക്കാളി എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി, പിന്നെ ഒരു പകുതി സവാള, കുറച്ച് വേപ്പില, കുറച്ച് വെളുത്തുള്ളി. ഇതിലേക്ക് ഞാൻ 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം മസാല ഇട്ട് കൊടുക്കുക. ബാക്കി വരുന്ന മസാല നമുക്കൊരു ടിഫിനിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിന്നീടാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിടവുകളിലേക്കൊക്കെ നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന വിടവുകളിലേക്കൊക്കെ ശരിക്കും മസാല തേച്ച് പിടിപ്പിക്കുക. മസാല എല്ലാം പുരട്ടി കഴിഞ്ഞിട്ട് മൂടി നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു തവ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊഞ്ച് വറുത്തെടുക്കാം. നല്ലതുപോലെ വെളിച്ചെണ്ണ ചൂടായിട്ട് മാത്രം എടുത്ത് വയ്ക്കുക. ഉള്ളിൽ വെച്ചിരിക്കുന്ന മസാല ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ കൊഞ്ച് കമത്തി വെച്ചിരിക്കുന്നത്. ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ചെമ്മീൻ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം.
അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അടുത്ത ബാച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര പേർക്ക് ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ കമൻസും കൂടി താഴെ കൊടുത്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.